പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 സ്റ്റേറ്റ് CBSE ICSEക്കുമുള്ള ഒരു പോർഷനാണ്. അതായത് പാർട്ട്ണർഷിപ്പ്. ഈ പാർട്ട്ണർഷിപ്പില് അഡ്മിഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ ക്യാപിറ്റലും കൊണ്ടുവരണം, ഗുഡ്വില്ലും കൊണ്ടുവരണം. ഇനി അയാളുടെ ക്യാപിറ്റലിന്റെ ബേസിസില് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണത്. അത് ഒട്ടുമിക്ക കുട്ടികൾക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് നമ്മൾ ഇവിടെ ഇന്ന് പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ വീഡിയോ കാണുന്ന പലരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് റീച്ച് കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ പുതിയ പോർഷനിലേക്ക് നമ്മൾ കടക്കാണ്. അതായത് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മളിന്ന്, അതിന്റെ ഒരു കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ CBSE ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. CBSE ടെക്സ്റ്റിലാണെന്നോർത്ത് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഉള്ളതാണ്. അതേപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് തന്നെ സ്റ്റേറ്റിലെ കുട്ടികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 കൂട്ടർക്കും, സ്റ്റേറ്റിനും CBSEക്കും ICSEക്കും ഉപകാരപ്രദമായ ഒരു കണക്കാണ് 3 കൂട്ടർക്കും വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ചാരു ആൻഡ് ഹർഷ വേർ പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 3:2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 ഏപ്രിൽ 2014 അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡാണ് നമ്മൾ ആദ്യം പറയുന്നത്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. ഈ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റില് ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ക്രെഡിറ്റേഴ്സിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാം, റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ചേഞ്ചസ് മാത്രമാണ്. ഏതെങ്കിലും അസറ്റിലോ ലയബിലിറ്റീസിലോ ചേഞ്ചസ് വന്നാൽ അത് മാത്രമേ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് തന്നേക്കേണ്ട ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ജനറൽ റിസർവ് ഫേമില് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സിലെ പ്രോഫിറ്റ് നിന്ന് സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഈ ജനറൽ റിസർവ്. അതൊരു പുതിയ ആള് ചേർക്കുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അയാൾ വരുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് നിന്ന് മാറ്റിയിരിക്കുന്നതാണ് ജനറൽ റിസർവ്. അപ്പൊ അതുകൊണ്ട് ഈ ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. അത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊന്ന് ലയബിലിറ്റി സൈഡ് പറഞ്ഞിട്ട് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് തന്നേക്കണ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ആണ്. ഫണ്ടിൽ ഒരു 9,000 rupees ആണ് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു 6,000 rupees കോമ്പൻസേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് 9,000 റിസർവിലുണ്ട്, 6,000 കോമ്പൻസേഷൻ കൊടുത്തെങ്കിൽ ബാക്കിയുള്ള 3,000 നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡപ്സ് ആണ് 2,000 rupees. അത് ലയബിലിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തന്നിട്ടുണ്ട് 11,000. അതിനും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റിന് 15,000 rupees ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അസറ്റ് സൈഡിൽ ക്യാഷ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അവര് നമ്മളുടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് വൈശാലി, പുതിയ ആള് വൈശാലിയാണ്. വൈശാലി എന്ന പാർട്ട്ണറിന് 1/4 ഷെയർ കൊടുത്ത് ഫേമിലേക്ക് ചേർത്തേക്കാണ്. അപ്പൊ ഈ 1/4 ഷെയർ വൈശാലിക്ക് കൊടുത്തപ്പോ വൈശാലി ഫേമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റല് 20,000 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ടാണ് വൈശാലി ഫേമിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു 4,000 rupees ഗുഡ്വില്ലും വൈശാലി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ 4,000 rupees ഗുഡ്വില്ല് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം, ഗുഡ്വിൽ എപ്പോഴും ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കേണ്ടതാണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അത് വരുന്നത്. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ നമ്മളത് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാപിറ്റല് 20,000 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, എപ്പോഴും കുട്ടികൾക്ക് തെറ്റിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സെക്കൻഡ് വൺ. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള കാരണം. ഇതിൽ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾ ഡെപ്റ്റേഴ്സ് ആർ കൺസിഡേർഡ് ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ
ഓൾ ഡെപ്റ്റേഴ്സ്, ഫേമിലേക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാവരും കൃത്യമായിട്ട് പൈസ കൊടുത്തു എന്ന്, ആരും മുടക്ക് വരുത്തിയിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഓർത്ത് വെക്കാം, രണ്ട് തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് മെത്തേഡില് നമുക്ക് അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ട് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു എമൗണ്ട് നമുക്ക് ലെസ് ചെയ്ത് തരും. ആ ലെസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് നമ്മള് ഡെപ്റ്റേഴ്സിൽ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഡെപ്റ്റേഴ്സ് ആർ ഗുഡ് എന്ന് പറഞ്ഞാൽ ചിലരിൽ നിന്നും പൈസ കിട്ടില്ല എന്നോർത്ത് ഇവര് കുറച്ച് പൈസ മാറ്റിയിരുന്നു, പക്ഷെ എല്ലാവരും കൃത്യമായിട്ട് പൈസ കൊടുത്തു. ഇത് വേറെ തരത്തിലും ഈ സെന്റൻസ് പറയാട്ടോ. അതായത് പ്രൊവിഷൻ ക്രിയേറ്റഡ് ഈസ് നോ ലോങ്ങർ നെസസറി എന്നും പറയാറുണ്ട്. അവർ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ അവർക്ക് ആവശ്യം വന്നില്ല എന്ന്. എന്തുകൊണ്ടാ? എല്ലാവരും കൃത്യമായിട്ട് പൈസ കൊടുത്തു എന്ന്. അപ്പൊ ഓർത്ത് വെക്കാം, എപ്പോഴും പ്രൊവിഷൻ ലയബിലിറ്റി ആയതുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ആണ് എഴുതുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യനില് നമ്മൾ ചെയ്യുന്നത് ബൈ പ്രൊവിഷൻ ആണ്. കാരണം എന്താ? ലയബിലിറ്റി കുറയാണ്. അവര് മാറ്റിവച്ച പ്രൊവിഷൻ അവർക്ക് ആവശ്യം വന്നില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാറ്റിവച്ച പ്രൊവിഷൻ ആവശ്യം വന്നില്ല എന്ന് പറയുമ്പോ ലയബിലിറ്റി കുറയാണ്. ലയബിലിറ്റി കുറയുമ്പോ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമേ പ്രൊവിഷൻ റൈറ്റ് സൈഡിൽ വരുള്ളൂ. ആ രണ്ട് കേസാണ് ഡെപ്റ്റേഴ്സ് ആർ ഗുഡ്, പ്രൊവിഷൻ ക്രിയേറ്റഡ് ഈസ് നോ ലോങ്ങർ നെസസറി. അതിന്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരിക്കലും തരില്ല. അപ്പൊ നമ്മൾ എവിടെന്നാ ക്വസ്റ്റ്യനിൽ എമൗണ്ട് എടുക്കുന്നത്? ഒന്നല്ലെങ്കിൽ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് നിന്ന് അവർ മൈനസ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിലെ ഡെപ്റ്റേഴ്സ് നിന്ന് മൈനസ് ചെയ്തേക്കല്ല, പകരം ലയബിലിറ്റി സൈഡിലാണ് പ്രൊവിഷൻ നമ്പറിന് 2000 തന്നിരിക്കുന്നത്. ആ എമൗണ്ട് ആണ് ആവശ്യം വന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ അവർക്ക് ആവശ്യം വന്നില്ല, എല്ലാവരും കൃത്യമായിട്ട് പൈസ കൊടുത്തു. ഈ കേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നേക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 15,000 ആണ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഒരു 20,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. 20,000 രൂപ വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഫേമിന്റെ അസറ്റ് സൈഡിലുണ്ട്. ലയബിലിറ്റി സൈഡില് ഈ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ഫേമിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് മാറ്റിയിരിക്കുന്ന ഫണ്ടാണ് ലയബിലിറ്റി സൈഡിൽ തന്നേക്കണ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു 11,000 റുപ്പീസ്. അപ്പൊ 20,000 റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. 11,000 റുപ്പീസ് ഫണ്ട് എന്നും പറഞ്ഞ് അവര് നമുക്ക് മാറ്റിയതായിട്ട് ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഇപ്പൊ 15,000 ആണ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ അതിന് 15,000 രൂപയെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വാല്യൂ കുറഞ്ഞു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എത്ര കുറഞ്ഞേക്കണേ? 5,000 റുപ്പീസ് കുറഞ്ഞു. ഈ 5,000 റുപ്പീസ് കുറഞ്ഞെങ്കിൽ എത്ര രൂപ അവര് പ്രൊവിഷൻ ആയിട്ട് അല്ലെങ്കിൽ അവര് റിസർവിൽ മാറ്റിയിട്ടുണ്ട്? 11,000 റുപ്പീസ് അവര് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ 11,000 റുപ്പീസിൽ നിന്നും ആ കുറവ് വന്ന 5,000 നമ്മൾ മൈനസ് ചെയ്യും. ബാക്കി വരുന്ന 6,000 റുപ്പീസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ 6,000 റുപ്പീസ് അവരുടെ റേഷ്യോയിൽ നമ്മൾ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് സൈഡില് 20,000, നമുക്ക് തന്നേക്കണ ലയബിലിറ്റി സൈഡിൽ ഫണ്ടിലുള്ളത് 11,000, അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് 15,000 ആണ്. അപ്പൊ 5,000 കുറഞ്ഞെങ്കിൽ പേടിക്കണ്ട. കാരണം അവര് ലയബിലിറ്റി സൈഡിൽ ഫണ്ടിൽ അവർ 11,000 റുപ്പീസ് അവര് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വന്ന 5,000 അതിൽ നിന്ന് എടുത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഈ കുറവ് വന്ന 5,000, ബാക്കി 6,000 അവരെന്ത് ചെയ്യും? ആ ഓൾഡ് പാർട്ട്നേഴ്സിന് അത് വീതിച്ചു കൊടുക്കും. അതാണ് അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. അടുത്ത നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, there was a liability of ₹6,000 for workmen compensation. അതായത് ലയബിലിറ്റി സൈഡിൽ നമുക്ക് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് 9,000 തന്നിട്ടുണ്ട്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞേക്കുന്നു 6,000 ആണ് ക്ലെയിം കൊടുത്തേക്കണേന്ന്. ആ 9,000 രൂപ ഫണ്ടിലുണ്ട്, 6,000 അവർക്ക് കൊടുക്കേണ്ട വന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഒരു 3,000 രൂപ ഉണ്ടല്ലോ. ആ 3,000 രൂപ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. അതായത് WCR വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാക്കിയുള്ള 3,000 രൂപ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. ഇവിടെ 6,000 രൂപ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ചാരു ആൻഡ് ഹർഷ
are to be adjusted on the basis of Vaishali's capital by opening current account എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന്റെയും ഫേമിന്റെ ന്യൂ ഫേമിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റ് പുതിയ ആളുടെ ക്യാപിറ്റലിന്റെ ബേസിസിലാന്നാ പറഞ്ഞേക്കണേ. പുതിയ ആളുടെ ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് തന്നേക്കണേ? 20,000. അയാളുടെ റേഷ്യോ മക്കൾക്ക് തന്നേക്കണേതാ 1/4. അപ്പൊ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ മക്കൾ കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് ഈ 20,000 അയാളുടെ ക്യാപിറ്റൽ 20,000 ആണ്. ഇൻറ്റു എന്ത് വരണം? 4/1 വരണം. അയാളുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ വരണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം. അപ്പൊ പുതിയ ഫേമില് 3 പേരുടെയും കൂടി പേരിൽ കാണിക്കേണ്ട ക്യാപിറ്റൽ 80,000 ആണ്. പുറത്ത് വെക്കാം. ടോട്ടൽ ക്യാപിറ്റൽ കാണുമ്പോ എന്ത് ചെയ്യണം? പുതിയ ആളുടെ ഷെയറിന്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്തേക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും. ഇനി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരാം. അപ്പോഴേ മക്കൾക്ക് അത് മനസ്സിലാകുള്ളൂ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഇപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? ഡെപ്റ്റേഴ്സ് എല്ലാം നമ്മൾ എഴുതി. ഡെപ്റ്റേഴ്സ് ആർ ഓൾ ഗുഡ് എന്ന് പറഞ്ഞപ്പോ നമ്മളത് ബൈ പ്രൊവിഷൻ നമ്പറിന് നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് നമ്മൾ 2,000 എഴുതി. ഇനി നമുക്ക് തന്നേക്കണത് വേറെ ഒന്നും നമുക്കിവിടെ തന്നിട്ടില്ല. ബാക്കി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ലൈബിലിറ്റിയും വർക്ക്മെൻ കോമ്പൻസേഷൻ ഒക്കെയാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഉള്ളൂ കേട്ടോ. അല്ല, പ്രൊവിഷൻ മാത്രം. ഈ പ്രൊവിഷൻ മാത്രമേ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അപ്പൊ നമ്മൾ ആ 2,000 എഴുതാം. ഈ 2,000 ആണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞ് എഴുതുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2,000 റുപ്പീസ് ഓൾഡ് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കും. പഴയവര് ചാരു അതുപോലെ തന്നെ ഹർഷ, ഇവർക്ക് 2 പേർക്കും വീതിച്ചു കൊടുക്കും. അവരുടെ റേഷ്യോ നമ്മളുടെ ക്വസ്റ്റിന് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം എത്ര പറഞ്ഞത്? 3:2 ആണ് അവരുടെ റേഷ്യോ കേട്ടോ. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ 3:2 ആണ്. അപ്പൊ ചാരുവിന് എത്ര കിട്ടും എന്നറിയാൻ 2,000 ഇൻറ്റു 3/5. പല കുട്ടികളും കഴിഞ്ഞ കണക്കിൽ കമന്റിൽ കാണിച്ചിരുന്നു. ഞാനിത് റേഷ്യോ പഠിപ്പിച്ചപ്പോ ഈ 5 എവിടെന്നാ വന്നേ ടീച്ചറേന്ന്? 5 വന്നത് ഇതിന്റെ സം ആണ് നമ്മൾ എപ്പോഴും താഴെ കൊടുക്കുന്നത് കേട്ടോ. റേഷ്യോയുടെ സം നമ്മൾ എപ്പോഴും താഴെ കൊടുക്കണം. അപ്പോ 3/5 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12,000 കിട്ടും. 12,000 ആദ്യത്താക്ക് ഇത് ഇൻറ്റു 3/5. അപ്പൊ പ്രോഫിറ്റ് വിധിച്ചപ്പോ ആദ്യത്താക്ക് 12,000 റുപ്പീസ്. ഹർഷയ്ക്ക് എന്തായിരിക്കും? ബാക്കിയുള്ള 8,000 എന്ന് പറഞ്ഞാൽ ഹർഷയ്ക്ക് വരുമ്പോ എങ്ങനെ വരും? ഈ തന്ന 2,000 ഇൻറ്റു 2/5 വരും. അപ്പൊ ഹർഷയ്ക്ക് 8,000. ഇപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇതിൽ അധികം ഐറ്റംസ് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വർക്ക്മെൻ കോമ്പൻസേഷനും ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. മാത്രമല്ല ഈ ഡെപ്റ്റേഴ്സ് ഗുഡ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ അത് മാത്രമേ ഉള്ളൂ. നമ്മളത് വീതിച്ചു. ഇനി നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ മക്കൾ ഓർത്ത് വെക്കാം, ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ബൈ ബാലൻസ് ബ്രോഡൗൺ. ബൈ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യനിന്റെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചാണ് നമ്മൾ എപ്പോഴും ഈ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടില് നമുക്ക് തന്നേക്കുന്ന 2 പേരുടെ ക്യാപിറ്റല് ചാരുവിന് 30,000 ഹർഷയ്ക്ക് 20,000 ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ചാരുവിന്റെ 30,000, ഹർഷയുടെ 20,000. ഇനി വൈശാലി നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ ഇല്ല. വൈശാലിക്ക് 1/4 ഷെയർ കൊടുത്തപ്പോ 20,000 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വൈശാലിയുടെ നമ്മള് ക്യാഷ് എന്ന് എഴുതണം. ബ്രോഡൗണിൽ കാണിക്കുന്നത് അയാൾ പുതിയ ആളാണ്. അപ്പൊ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം അയാളുടെ നമ്മൾ എഴുതാനായിട്ട്. ബ്രോഡൗണിൽ അയാളുടെ ക്യാപിറ്റൽ ഒരിക്കലും എഴുതരുത്. അയാൾ പുതിയ ആളാണ്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് തന്നേക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് ഒരു ജനറൽ റിസർവ് മക്കൾക്ക് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 4,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ജനറൽ റിസർവും നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ട ഐറ്റമാണ്. ഈ ജനറൽ റിസർവ് ഇതുപോലെ തന്നെ, അതായത് തൊട്ടു മുമ്പുള്ള ഏതെങ്കിലും വർഷങ്ങളിലെ പ്രോഫിറ്റിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ആണത്. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ജനറൽ റിസർവ് 4,000 ആണ്. അതും നമ്മൾ ഈ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അതായത് 3/5 ആദ്യത്തെ ആക്കാം. അപ്പൊ 2,400 ആദ്യത്തെ ആക്കാം.
അങ്ങനെയാണെങ്കിൽ ബാക്കി എടുത്താൽ മതിയല്ലോ. 1600 രണ്ടാമത്തെ ആക്കുമാണ് ജനറൽ റിസർവ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പിന്നെ വർക്ക്മെൻ കോമ്പൻസേഷനും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷനും നമുക്ക് വിധിച്ചെഴുതണം. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടിൽ വന്നേക്കേണ്ട 6000 ആണ്. ഈ 6000 3/5 എന്ന റേഷ്യോയിൽ ആദ്യത്തെ ആക്ക് കൊടുക്കാം. അടുത്ത ആക്ക് വിധിച്ചു കൊടുക്കുമ്പോ 3600 പിന്നെ 6000 മൈനസ് ചെയ്താൽ മതിയല്ലോ അടുത്ത ആളുടെ. മറ്റേ ആളുടെ നമുക്ക് 2400 കിട്ടും. 2400 ബാലൻസ് ഷീറ്റിൽ എന്ത് വിധിച്ചാലും ഓൾഡ് പാർട്ട്നേഴ്സിനെ ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി WCR നമുക്ക് വിധിക്കണം. അത് 3000 ആണ്. ആ 3000 നമ്മൾ വിധിച്ചപ്പോ 3000 ഇൻറ്റു എന്ത് വരും? റേഷ്യോ തന്നേക്കുന്നത് 3/5 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് 1800 ആദ്യത്തെ ആക്ക് കിട്ടും. ബാക്കി വരുന്നത് 1200 രണ്ടാമത്തെ ആക്കും കിട്ടും. ഇങ്ങനെ കിട്ടും. മനസ്സിലായോ മക്കൾക്ക്? അതായത് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും നമ്മൾ വീതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നമ്മൾ വീതിച്ചു. ഇനി നമുക്ക് വീതിക്കാനുള്ള ഒരൈറ്റം ഈ റീവാലുവേഷൻ അക്കൗണ്ടിലെ എമൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതിയേക്കണ ബാലൻസ് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ അത് എഴുതുന്നത്. അപ്പൊ ഇവിടെയല്ലേ നമ്മൾ ബാലൻസ് എഴുതിയേക്കണേ. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ എഴുതും റീവാലുവേഷൻ. റീവാലുവേഷൻ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന എമൗണ്ട് ആദ്യത്തെ ആക്ക് ഒരു 1200 ആദ്യത്തെ ആക്ക് 2000 ആയിരുന്നില്ലേ? അപ്പൊ 1200 ആണ് കേട്ടോ. 2000 ആയിരുന്നല്ലോ പ്രൊവിഷന്റെ എമൗണ്ട്. 2000 ആണോ 20,000 ആണോ നോട്ട് കേട്ടോ. 2000 ആണ്. അപ്പൊ 1200 800 ആണ് കേട്ടോ മക്കളെ. അപ്പൊ എങ്ങനെ വരും? ഇവിടെ വീതിക്കുമ്പോ 1200 800. അപ്പൊ ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ എമൗണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വീതിക്കാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോ ഇവിടെ നമുക്ക് ഇയാളുടെ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തില്ല. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആദ്യം ടോട്ടൽ ക്യാപിറ്റലാ എങ്ങനെ വന്നു? പുതിയ ആളുടെ ഷെയർ 20,000 ഇൻറ്റു അയാളുടെ ഷെയറിന്റെ റെസിപ്രോക്കല്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 80,000. ഇതാണ് പുതിയ ഫേമിലെ ടോട്ടൽ ക്യാപിറ്റൽ. ഈ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ആളുടെ ഷെയറിന്റെ ബേസിസിലാണ് ഫേമിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് ആ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടിട്ട് ന്യൂ റേഷ്യോയിൽ വിധിച്ചു കൊടുക്കാം. ന്യൂ റേഷ്യോ തന്നാൽ മക്കൾക്ക് എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഗുഡ്വില്ലും കൂടി വിധിക്കാനുണ്ട് കേട്ടോ. ഗുഡ്വില്ലും കൂടി വിധിക്കണം. ഗുഡ്വില്ല് നമ്മൾ എഴുതിയില്ല. ഗുഡ്വില്ല് ഫേമില് പുതിയ ആള് കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വില്ല് എത്രയാന്ന് നോക്കി പറഞ്ഞിരുന്നത്? പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ്വില്ല് 4000 ആണ് പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ്വില്ല്. അപ്പൊ ആ ഗുഡ്വില്ല് നമ്മൾ എഴുതുമ്പോ എങ്ങനെ വരും? 4000 ഇൻറ്റു റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നത് 3:2 ആണ്. അപ്പൊ 3/5. അപ്പൊ ഗുഡ്വില്ല് ആദ്യത്തെ ആക്ക് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഉള്ളൂ കേട്ടോ 2400. പിന്നെ മറ്റേ ആക്ക് 1600. അതായത് ആദ്യം നമ്മള് രണ്ടുപേരുടെയും പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എഴുതി, പുതിയ ആൾ കൊണ്ടുവന്ന ക്യാഷ് എഴുതി, പിന്നെ ലയബിലിറ്റി സൈഡിലുണ്ടായ ജനറൽ റിസർവ് വീതിച്ചു കൊടുത്തു. ഈ ഗുഡ്വിൽ നമുക്ക് ഇവിടെ എഴുതാമായിരുന്നു. ഞാനത് ഗുഡ്വിലിന്റെ കാര്യം വിട്ടുപോയി ആദ്യം. അതാണ് സാരമില്ല, ഗുഡ്വിൽ താഴെ എഴുതി നിർത്തും, കുഴപ്പമില്ല. ഭംഗി കുറച്ചുകൂടി മുകളിൽ എഴുതി നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് വിധിച്ചു, WCR വിധിച്ചു, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് വിധിച്ചു, പിന്നെ ഗുഡ്വിൽ നമ്മൾ എഴുതി. ഇപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മള് ബാലൻസ് 2000 വീതിച്ചേക്കണത് അത് മാഞ്ഞുപോയി. 2000 നമ്മൾ വീതിച്ചു. 3/5 വീതിച്ചപ്പോ 1200 800 ആണ് കിട്ടിയിരുന്നത്.
ഇതാണ് നമുക്ക് വന്നേക്കുന്ന എമൗണ്ട്. ഇനി ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ നമുക്ക് ന്യൂറേഷ്യ തന്നിട്ടുണ്ടെങ്കിൽ ന്യൂറേഷ്യയിൽ വീതിക്കാം. പക്ഷെ ന്യൂറേഷ്യ തന്നിട്ടില്ലെങ്കിൽ മക്കൾ ന്യൂറേഷ്യ കാണാൻ നിൽക്കല്ലേ. കാരണം ന്യൂറേഷ്യ കാണാൻ സമയം എടുക്കും. അത് മാത്രമല്ല ന്യൂറേഷ്യ തെറ്റിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്തോ, എളുപ്പം പറഞ്ഞുതരാം. ഈ 80,000 എന്ന ടോട്ടൽ ക്യാപിറ്റലിൽ നിന്ന് പുതിയ ആളുടെ ക്യാപിറ്റൽ അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ 60,000. ഈ 60,000 റുപ്പീസ് ബാക്കിയുള്ള ക്യാപിറ്റലാണ്. ഇത് 3/5 ആദ്യത്താക്കും, 2/5 അവരുടെ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തരാത്തത് കൊണ്ടേ നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള ക്യാപിറ്റൽ അവരുടെ ഓൾഡ് റേഷ്യോയിൽ അങ്ങോട്ട് വീതിക്കുക. ഇതാണ് എളുപ്പം. അപ്പൊ തെറ്റില്ല. അപ്പൊ എത്ര വരും നോക്കി ഓരോരുത്തരുടെ. ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോ 36,000 ആദ്യത്തെ ആളുടെ, രണ്ടാമത്തെ ആളുടെ 24,000. അപ്പൊ നമ്മൾ ഉണ്ടല്ലോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം തന്നെ ഈ ക്യാപിറ്റലാണ് നമ്മൾ എഴുതുന്നത് 3 പേരുടെ. അതായത് 36,000, 24,000, പിന്നെ മറ്റേയാളുടെ നമുക്കറിയാം അയാൾ കൊണ്ടുവന്ന് 20,000. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ, ഇപ്പൊ നമുക്ക് ഈ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യാം. 3 പേരുടെ എഴുതി കഴിയുമ്പോൾ ആദ്യത്തെ ആളുടെ 20,000, ഇനി ഇയാളുടെ ഇപ്പൊ 30,000 നമ്മൾ എല്ലാ എമൗണ്ടും കൂടി ആദ്യത്തെ ആളുടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 41,400 കിട്ടും. ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടാമത്തെ ആളുടെ നമുക്ക് 27,600 ആണ് കിട്ടുന്നത്. ഈ സൈഡില് നമുക്കൊന്നുമില്ല. ഗുഡ്വില്ലൊക്കെ വിഡ്രോ ചെയ്തെങ്കിൽ അവിടെ ഉണ്ടായേനെ. അപ്പോ പുതിയ ഫേമില് ഇത്രയും രൂപയാണ്. അതായത് പഴയ ഫേമില് ഇയാളുടെ പേരിൽ ഇപ്പൊ 41,400 ഉണ്ട്. പക്ഷേ 36,000 പുതിയ ഫേമിൽ അയാൾക്ക് മതി. അപ്പോ കൂടുതലുള്ള എമൗണ്ട് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കേണ്ടത് ഓപ്പൺ കറന്റ് അക്കൗണ്ട് എന്നാണ്. കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ എക്സസ് വരുന്ന എമൗണ്ട് നമ്മൾ കറന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഇതിന്ന് ആ 36,000 മതി അയാൾക്ക് കൂടുതലുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, കറന്റ് അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ നമ്മള് കറന്റ് അക്കൗണ്ട് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. കറന്റ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് എക്സസ് വന്ന എമൗണ്ട് നമ്മൾ അതിലേക്ക് മാറ്റി. അതുപോലെ രണ്ടാമത്തെ ആൾക്ക് 27,600 അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ട്. 27,600 അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ട്. പുതിയ ഫേമില് അയാൾക്ക് 24,000, പുതിയ ഫേമിൽ അയാൾക്ക് 24,000 മതി. അപ്പൊ കൂടുതലുള്ള എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. കൂടുതലുള്ള എമൗണ്ട് അയാൾ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അയാളുടെ കോളത്തിന് നമ്മൾ കറന്റ് അക്കൗണ്ടിൽ ആ എമൗണ്ട് എഴുതും. 3,600 നമ്മൾ എഴുതും. അപ്പൊ നമ്മുടെ ഇത് രണ്ടും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതും. എന്നാൽ ഞാൻ ബാലൻസ് ഷീറ്റ് കൂടി ഒന്ന് പറയാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മളുണ്ടല്ലോ തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ ക്രെഡിറ്റേഴ്സിന് മാറ്റമില്ല, അത് അതുപോലെ തന്നെ എഴുതാം. ക്യാപിറ്റൽ നമ്മൾ എഴുതുമ്പോൾ ഇതാണ് നമ്മൾ 3 പേരുടെയും കൊടുക്കേണ്ടത്. പിന്നെ കറന്റ് അക്കൗണ്ട് എഴുതുമ്പോൾ മക്കൾ ഓർത്ത് വെക്കാം, ഈ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടെയാണോ വരുന്നത് അതേ സൈഡിൽ ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഇവിടെ നമുക്ക് ലെഫ്റ്റിലാണ് കറന്റ് അക്കൗണ്ട് വന്നേക്കണേ. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വേണം കറന്റ് അക്കൗണ്ട് ചാരു എന്ന് എഴുതാം. കറന്റ് അക്കൗണ്ട് എന്ന് എഴുതി ഒരു പ്രാവശ്യം കറന്റ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ചാരു, ഹർഷ എന്ന് പറഞ്ഞ് 2 പേരുടെ സെപ്പറേറ്റ് കാണിക്കാം. പിന്നെ ഇനി നമുക്ക് ഈ അസറ്റ് സൈഡ് എഴുതുമ്പോൾ ക്യാഷിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ്വില്ലും കൂട്ടി എഴുതാൻ മറക്കരുത്. അതിനുശേഷം ഓരോ അഡ്ജസ്റ്റ്മെന്റും. അപ്പൊ ഡെപ്റ്റേഴ്സിന് മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. ഡെപ്റ്റേഴ്സിന്റെ കൂടെ പ്രൊവിഷൻ റൈറ്റ് സൈഡിൽ വന്നതുകൊണ്ട് ആഡ് ചെയ്യാം. ബാക്കി എല്ലാ അസറ്റും വാല്യൂ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അത് തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് 2 സൈഡ് ഒരേപോലെ കിട്ടും. ഇനി ബാലൻസ് ഷീറ്റ് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ കാണിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പൊ എല്ലാവരും ഇതിന്റെ ഇനി അടുത്തത് പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവരാത്ത മെത്തേഡാണ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യാൻ പോകുന്നത്. ഇത് പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവന്ന മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവരില്ല. അയാളുടെ ക്യാപിറ്റൽ അയാൾ ഷെയർ മാത്രം തരും. അപ്പൊ അയാളുടെ ക്യാപിറ്റൽ നമ്മൾ ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മക്കള് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പൊ എല്ലാവർക്കും CBSE-ക്കാണ് ഫെബ്രുവരിയിൽ എക്സാം വരാണ്, സ്റ്റേറ്റിലെ മാർച്ചിൽ എക്സാം, എല്ലാവർക്കും എക്സാം അടുത്ത് വരാണ്. അപ്പൊ അഡ്മിഷൻ കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റിലും ഡെത്തിലും ഡിസൊല്യൂഷനൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ എല്ലാവരും മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി നിങ്ങളിത് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും. മാത്രമല്ല എനിക്ക് റീച്ച് കൂടാനും അത് സഹായമാകും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.